നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആക്റ്റാണ് നോക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 1904 ആക്ട് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആക്ട് 10 of 1904 was passed 25th March 1904. 25/3/1904. 1904 ആക്ടിന് അറിയപ്പെടുന്ന ആക്ട് 10 of 1904 എന്നാണ്. ദ 1904 ആക്ട് കണ്ടെയ്ൻസ് 29 സെക്ഷൻ. 1904 ആക്ടിൽ 29 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. 1904 ആക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് ഹാവിങ് എനി റൂൾസ്. 1904 ആക്ടിൽ റൂൾസ് ഇല്ലായിരുന്നു. 1904 ആക്ട് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. നെക്സ്റ്റ് 1904 ആക്ട് only 10 persons are required to form a society. 1904 ആക്ടിലെ പ്രകാരം സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് 10 പേർ മതിയായിരുന്നു. 10 persons ആയിരുന്നു. ആസ് പെർ 1904 ആക്ട് സൊസൈറ്റി ക്ലാസിഫൈഡ് ആസ് അർബൻ ആൻഡ് റൂറൽ. 1904 ആക്ട് പ്രകാരം സൊസൈറ്റികളെ അർബൻ എന്നും റൂറൽ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 1904 ആക്ട് ദ ലയബിലിറ്റി ഓഫ് അർബൻ സൊസൈറ്റി ഷുഡ് ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. അർബൻ സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ആയിരുന്നു. ലയബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റി ഷുഡ് ബി അൺലിമിറ്റഡ്. റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അർബൻ സൊസൈറ്റിയുടേത് ലിമിറ്റഡോ അൺലിമിറ്റഡോ ആകാം. അർബൻ സൊസൈറ്റി ഷുഡ് ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. 1904 ആക്ട് ദർ വാസ് നോ പ്രൊവിഷൻ ടു ഫോം സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി. 1904 ആക്ട് പ്രകാരം ഉള്ളി ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമേ പറ്റുള്ളായിരുന്നു. സെൻട്രലോ അപ്പെക്സും പറ്റത്തില്ലായിരുന്നു. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ 1904 ആക്ട്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. 1904 ആക്ട് ദ ഫേം ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1904. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1904. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് ഫെഡറൽ സൊസൈറ്റി. ഫെഡറൽ സൊസൈറ്റി രൂപീകരിക്കാൻ പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഇൻ 1904 ആക്ട് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ വെസ്റ്റഡ് വിത്ത് രജിസ്ട്രാർ ഹിംസെൽഫ്. രജിസ്ട്രാറിൻ്റെ പവർ മറ്റാർക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. രജിസ്ട്രാർക്ക് തന്നെയായിരുന്നു. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രജിസ്ട്രാർ ഷാൾ ഓഡിറ്റ് ദ അക്കൗണ്ട് ഓഫ് ഈച്ച് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ വിത്തൗട്ട് എനി ചാർജ്. സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്യുന്ന രജിസ്ട്രാർ തന്നെയാണ്. അതിന് ഓഡിറ്റ് ഫീസ് കൊടുക്കണ്ടായിരുന്നു. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊരിക്കലായിരുന്നു. അതിൽ ഓഡിറ്റ് ഫീസ് കൊടുക്കണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. 25% സർപ്ലസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി അലോട്ടഡ് ടു റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിലേക്ക് 25% അലൗട്ട് ചെയ്തിട്ടുണ്ട്. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർസ്. ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കത്തില്ലായിരുന്നു. നോ പ്രൊവിഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റി. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ലായിരുന്നു. ദ എൻഡിയ പ്രോഫിറ്റ് റൂറൽ സൊസൈറ്റി ഷാൾ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. വരുന്ന പ്രോഫിറ്റ് റൂറൽ സൊസൈറ്റിയിൽ വരുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുമായിരുന്നു? റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നത്. എൻ്റെ പ്രോഫിറ്റ് റൂറൽ സൊസൈറ്റി ഷാൾ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. അർബൻ സൊസൈറ്റിയുടെ കേസിൽ നോട്ട് ലെസ് ദാൻ 1/4 ഓഫ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഇയർ ഓഫ് അർബൻ സൊസൈറ്റി not less than 1/4 of the profit in each year of urban society shall be carried to reserve fund. റൂറൽ സൊസൈറ്റിയുടെ കേസിൽ പ്രോഫിറ്റ് വരുന്ന എല്ലാ പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. അർബൻ സൊസൈറ്റിയുടേത് 1/4 ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഇയർ ഓഫ് അർബൻ സൊസൈറ്റി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ്. കോപ്പറേറ്റീവ് യൂണിയൻസുകൾ ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. സൊസൈറ്റീസ് വെയർ എക്സംപ്റ്റഡ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. സൊസൈറ്റിയെ ഇൻകം ടാക്സിൽ നിന്ന്, സ്റ്റാമ്പ് ഡ്യൂട്ടീസിൽ നിന്നും, രജിസ്ട്രേഷൻ ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 80% ഓഫ് ദ മെമ്പേഴ്സ് വെയർ അഗ്രികൾച്ചറിസ്റ്റ് ഇൻ റൂറൽ സൊസൈറ്റീസ് ആൻഡ് 20% ഓഫ് നോൺ അഗ്രികൾച്ചറിസ്റ്റ്. റൂറൽ സൊസൈറ്റിയിൽ 80% അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം, 20% നോൺ അഗ്രികൾച്ചറിസ്റ്റുമാകാം. ഇൻ അർബൻ സൊസൈറ്റി 80% ഓഫ് മെമ്പേഴ്സ് വെയർ നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം.
റൂറൽ സൊസൈറ്റിയിൽ 80% അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം, 20% നോൺ അഗ്രികൾച്ചറിസ്റ്റും. അർബൻ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ 80% നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. ലോർഡ് കഴ്സൺ വാസ് ദ വൈസ്രോയി അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെൻറ്റ് ഓഫ് 1904 ആക്ട്. 1904 ആക്ട് സമയത്തെ വൈസ്രോയി ലോർഡ് കഴ്സൺ ആണ്. 1904 ആക്ട് അലൗഡ് ദ ഫോർമേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി, ഒള്ളി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. Sir Daniel Hamilton described 1904 Act. It was the way from poverty to plenty. Poverty to plenty. Sir Daniel Hamilton described 1904 Act. It was the way from poverty to plenty. Whistle Ibbotson compiled the 1904 Act. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1904 ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ആക്ടിൽ 29 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1904 ആക്ട് പ്രകാരം സൊസൈറ്റി ഫോം ചെയ്യാൻ 10 പേരായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, അർബൻ ലയബിലിറ്റി ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അർബൻ സൊസൈറ്റിയുടെ ലിമിറ്റഡോ അൺലിമിറ്റഡോ ആകാം. ഒള്ളി ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമേ ഫോം ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി പറ്റില്ല, ഫെഡറൽ പറ്റില്ല, അപ്പെക്സ് ഒന്നും പറ്റത്തില്ലായിരുന്നു. രജിസ്ട്രാറുടെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സൊസൈറ്റി ഓഡിറ്റ് നടത്തുന്ന രജിസ്ട്രാറാണ്. ഓഡിറ്റ് ഫീസ് ഉണ്ടായിരുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. റിസർവ് ഫണ്ടിലേക്ക് 25% സർപ്ലസ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റുമായിരുന്നു. ദെയർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ പേയ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ലായിരുന്നു. റൂറൽ സൊസൈറ്റിയുടെ മൊത്തം പ്രോഫിറ്റും റിസർവ് ഫണ്ടിലേക്ക് മാറ്റുമായിരുന്നു. അർബൻ സൊസൈറ്റിയുടെ 1/4 ഓഫ് ദ പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റും. റൂറൽ സൊസൈറ്റിയുടെ കേസിൽ 80% അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം, 20% നോൺ അഗ്രികൾച്ചറിസ്റ്റും. അർബൻ സൊസൈറ്റിയിലാവുമ്പം 80% നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം, 20% മാത്രം അഗ്രികൾച്ചറിസ്റ്റ്. 1904 ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് യൂണിയൻസ് രൂപീകരിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. സർ ഡേവിഡ് ഇബറ്റ്സൺ കംപ്ലൈഡ് 1904 ആക്ട്. ഡാനിയൽ ഹാമിൽട്ടൺ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.